സക്സസ് സക്സസ് അങ്ങനെ അവസാനം ഞാനത് നേടി. എന്നാ നേടിയെന്നാ? ഇതിനെ കഴിക്കുമല്ലോ പറ്റിയോ? കൈക്കൊന്നും പറ്റില്ല മോളെ, പക്ഷെ ഇപ്പഴാ ഞാനൊരു ധൈര്യമുള്ള അമ്മയായത്. ഒന്ന് തെളിച്ച് പറയാമോ? എടി ഞാനിപ്പോ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോ ചൂട് ചപ്പാത്തി ചട്ടുക എടുക്കാതെ കൈ കൊണ്ട് തിരിച്ചു മറിച്ചു വിട്ടു. നാളെ നമുക്കിത് മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജ് കൊടുക്കാം കേട്ടോ. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാക്കില്ല. നമ്മളൊരു അമ്മയായി കഴിഞ്ഞാലേ ഇതൊക്കെയാ വലിയ നേട്ടങ്ങള്. ഓ, ഒരു അമ്മ വന്നിരിക്കുന്നു. മുട്ട പപ്സ് വാങ്ങിക്കുമ്പം അതിലെ മുട്ട നിന്നിട്ട് മുട്ട കാക്ക കൊണ്ടുവന്ന് പറഞ്ഞ് പറ്റിച്ചോണ്ടിരുന്ന ആളായത്. ഓ പിന്നെ ആ മുട്ട ഇതിനകത്തോണ്ട് നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ദേ ഒരു ചെല്ലപ്പൻ എനിക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നു, അവൻ 500 രൂപ കൊടുക്കാൻ. നമ്പർ മാറി വല്ല മെസ്സേജ് വന്നായിരിക്കും. അല്ലടി, എന്റെ പേരറിയാത്തോണ്ട് അവരെന്റെ കാറിന്റെ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. കാറിന്റെ നമ്പറോ? കാണിച്ച്. ഇത് ചെല്ലപ്പനൊന്നുമല്ല, പോലീസിനെ ചെല്ലാനാ. 500 രൂപ ഫൈൻ കിട്ടിയിട്ടുണ്ട്. ഓഫീസിൽ പോയി അടയ്ക്കണം. ഏതോ റോങ് പാർക്കിൽ പോയി പാർക്ക് ചെയ്തതിന് കിട്ടിയതാ. ആ, ഇന്നലെ നമ്മൾ ടൗണിൽ പോയപ്പം അവിടെ പാർക്ക് ചെയ്തപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പാർക്ക് ചെയ്യണ്ട, ഇവിടെ പാർക്ക് ചെയ്താൽ ഫൈൻ കിട്ടൂന്ന്. അതെ, എന്നിട്ട് നമ്മൾ അവിടെ തന്നെ അല്ലേ പാർക്ക് ചെയ്തേ. പിന്നെ ഫൈൻ ബോർഡ് എടുത്ത് പാർക്ക് ചെയ്ത പിന്നെ ഫൈൻ കിട്ടത്തില്ലേ? നീയൊക്കെ എന്തിനാ സ്കൂളിൽ പോകുന്നേ? ഹവാറി എന്ന് ചോദിക്കുമ്പോ നമ്മൾ ഫൈൻ എന്നല്ലേ പറയുന്നേ. അപ്പൊ ബോർഡ് എഴുതിയേക്കുന്നതിന്റെ മീനിങ് എന്താ? പറ, നീയൊക്കെ CBSE അല്ലേ, പറയടി. ദൈവമേ, ഇതിനെ കടലിൽ കൊണ്ട് തള്ളിയിടാന്ന് വെച്ച കോട്ടയത്താണ് കടലുമില്ല. എന്നെ അടി പിറുപിറുക്കുന്നേ, നിന്റെ നാക്കിറങ്ങിപ്പോയോ? അയ്യോ, ഞങ്ങൾക്ക് അറിയത്തില്ല, അമ്മ തന്നെ പറ. എടി ഫൈൻ എന്നാ നന്നായെന്നല്ലേ. അപ്പൊ ഫൈൻ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നന്നായി പാർക്ക് ചെയ്തെന്നല്ലേ അർത്ഥം. ഇംഗ്ലീഷിൽ എന്താ നോളേജ്? വല്ല ഇംഗ്ലീഷ് ടീച്ചർ പോസ്റ്റിൽ ട്രൈ ചെയ്യാൻ മേലായിരുന്നോ? ഓ, എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ലടി. കഴിഞ്ഞ ദിവസം ഞാൻ ഇംഗ്ലീഷിലൊരു ലെറ്റർ എഴുതി ഇവിടെ ടീച്ചറിന് കൊടുത്തു വിട്ടപ്പം ടീച്ചർ പറയുക, മോളുടെ അമ്മ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി, ലെറ്റർ വേണ്ടെന്ന്. ചേച്ചിയുടെ ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലായി കാണത്തില്ലായിരിക്കും അല്ലേ? നിനക്കത് മനസ്സിലായല്ലേ? എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ അത് പറയാൻ പോയില്ല. പാവങ്ങളല്ലേ, സാരയില്ല. എന്റെ അമ്മേ ചുമ്മാ തള്ളാതെ. ചേച്ചി, ഇത് അമ്മ എഴുതിയ ലെറ്ററാ, ഒന്ന് വായിച്ചു നോക്കിയേ. ഗുഡ് മോർണിംഗ് ടീച്ചറോ? പിന്നെ ടീച്ചറിന്റെ ഗുഡ് മോർണിംഗ് പറയണ്ട. മൈ മാൾ എസ്റ്റർഡേ നോ ഗോ സ്കൂൾ. നല്ല സ്റ്റാൻഡേർഡ്. എന്താ ഈ മാൾ? എടി മോൾ, എന്റെ മോൾ. മോളുടെ ഇംഗ്ലീഷ് ഡോട്ടർ എന്നല്ലേ? എന്നിട്ട് എന്താടി യൂസഫ് അലി ലുലു ഡോട്ടറിന്റെ അത് ലുലു മോൾ എന്നിട്ടേക്കുന്നേ? അതിന് ലുലു ആരാ? പുള്ളിയുടെ കൊച്ചുമോള്. പുള്ളി ഇംഗ്ലീഷ് മോളെന്ന് എഴുതിയാ ഓക്കെ, ഞാൻ എഴുതിയാ കുഴപ്പം. എന്റെ മാതാവേ. ചേച്ചി അടുത്തത് വായിക്ക്. അത് വായിച്ചപ്പോഴാ ടീച്ചർ പറഞ്ഞത് ഇനി ലെറ്റർ എഴുതണ്ടെന്ന്. മൈ മോൾ ഹാവ് ടു മച്ച് എയറോപ്ലെയിൻ, സോ പ്ലീസ് ടേക്ക് ഹോളിഡേ. താങ്ക് യു ടീച്ചർ. ടു മച്ച് എയറോപ്ലെയിനോ? അതെന്താ? അവിടെ എനിക്ക് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. ബാക്കിയെല്ലാം ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ആണല്ലോ. അത് ഞാൻ ടു മച്ച് ഇയർ പെയിൻ എന്ന് ഉദ്ദേശിച്ച ടു മച്ച് എയറോപ്ലെയിൻ എന്നായിപ്പോയി.